ഹായ് നമസ്കാരം. നമുക്കിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് എന്താണ് കരിയർ ഓപ്ഷൻ അല്ലെങ്കിൽ ഏവിയേഷനെ കുറിച്ച് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്നറിയാം. അപ്പോൾ അവർക്ക് ഏവിയേഷൻ താല്പര്യമുള്ള എത്രയോ സ്റ്റുഡൻസ് +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നവർക്കായിട്ട് നമുക്ക് നമ്മുടെ കരിയർ എക്സ്പേർട്ട് ആയിട്ടുള്ള ജസീല മിസ്സിനോട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ചോദിക്കാം. നമസ്കാരം. +2 കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മളിവിടെ പ്രത്യേകിച്ച് ട്രിപ്പിൾ ഏവിയേഷൻ ബിസിനസ് സ്കൂളിൽ 2 പ്രോഗ്രാംസാണ് +2 കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് ഡിപ്ലോമ കോഴ്സും അതേപോലെ തന്നെ BBA പ്രോഗ്രാമാണ് കൊടുക്കുന്നത്. ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1 ഇയർ ഡിപ്ലോമ പ്രോഗ്രാമാണ്. ആ 1 ഇയർ ഡിപ്ലോമ പ്രോഗ്രാമിൽ നമുക്ക് 6 സർട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത്. മെയിൻലി നമ്മൾ NSTC അഫിലിയേറ്റഡ് സെൻറ്റർ ആണ്. അതോടൊപ്പം തന്നെ NSTC സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ IATA സർട്ടിഫിക്കേഷനും കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്. നമ്മളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രി ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമാണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എന്താണ് കറൻ്റ്ലി ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവർക്ക് ഇൻറ്റേൺഷിപ്സും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തിയററ്റിക്കൽ നോളജസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു 1 ഇയറിൽ ഒരു ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് നമ്മൾ പറഞ്ഞിട്ടുള്ള BBA പ്രോഗ്രാം. BBA വിത്ത് ഏവിയേഷൻ നമ്മൾ ചെയ്യുന്നത്. BBA കൂടെ തന്നെ നമ്മൾ 6ഓളം ഡിപ്ലോമ സർട്ടിഫിക്കേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഡസ്ട്രി ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട് തന്നെയാണ് BBA നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. എയർപോർട്ട് ഇൻറ്റേൺഷിപ്പും ഹോസ്പിറ്റാലിറ്റി ഇൻറ്റേൺഷിപ്പും ട്രാവൽ ഇൻറ്റേൺഷിപ്പും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്സ് കൂടിയിട്ടാണ് കുട്ടികൾക്ക് ഒരു BBA 3 ഇയേഴ്സ് കഴിയുന്നതോട് കൂടെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് പ്ലസ് തിയററ്റിക്കൽ നോളജ് ആയിരിക്കും നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 3 വർഷത്തിൻ്റെ ഉള്ളിൽ അവരൊരു ഇൻഡസ്ട്രി ഫിറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ കുട്ടികൾക്ക് ചെയ്യുന്നത്. മാം, നമുക്ക് ഇതിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയർ എന്താണ്, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണെന്നുള്ളത് മാം ഒന്ന് പറഞ്ഞു തരാമോ സ്റ്റുഡൻസിനായിട്ട്? ഒരു ബേസിക്കലി ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് നമ്മളൊരു BBA അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കരിയർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ സർവീസ് ഏജൻ്റ് ആയിട്ടാണ് അവർ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എയർപോർട്ട് എയർലൈൻ മേഖലയിലാണ് അവർക്ക് ജോബ് കിട്ടുന്നത്. എയർപോർട്ടിലുള്ള ഡിഫറെൻറ്റ് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ബേസ് ചെയ്തുകൊണ്ട് തന്നെ കസ്റ്റമർ സർവീസ് ഏജൻ്റ് ആയിട്ട് അവരൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒത്തിരി ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഏവിയേഷൻ ഇൻഡസ്ട്രീൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി 3rd റാങ്കിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇൻഡിഗോ ആണെങ്കിലും എയർ ഇന്ത്യ ആണെങ്കിലും ഒത്തിരി ഫ്ലൈറ്റ്സ് ഓർഡർ ചെയ്തൊക്കെ നമുക്കറിയാം. അപ്പം ഓരോ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് നമുക്ക് ആവശ്യമാണ് അവിടെ. അപ്പോൾ പ്രത്യേകിച്ച് ഇൻഡസ്ട്രി നോക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 15 വർഷത്തേക്ക് അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖല ആയതുകൊണ്ട് അവർ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കസ്റ്റമർ സർവീസ് ഏജൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു എയർപോർട്ട് മാനേജർ വരെ ആവാൻ പറ്റുന്ന അത്രയും ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി ഗ്രോത്ത് നാട്ടിൽ മാത്രമല്ല എബ്രോഡ് ആണെങ്കിൽ ഗ്ലോബലി അവർക്ക് ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഓക്കെ മാം, നമ്മൾ ഈ കോഴ്സസ് എല്ലാം പഠിച്ചു കഴിയുമ്പം അതിന് നിങ്ങൾ പ്ലേസ്മെന്റ്സ് കൊടുക്കുന്നുണ്ടോ? ഒരു USP ട്രിപ്പിളിൻ്റെ USP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്ലേസ്മെൻറ്റ്സ് ആണ്. 100% പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ ഓരോ സ്റ്റുഡൻസും നമ്മുടെ ഒരു ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി സ്റ്റുഡൻസ് നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും. ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ അക്രോസ് നമ്മുടെ എയർപോർട്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊച്ചിനായിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, പിന്നെ ബാംഗ്ലൂർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഹൈദരാബാദ് ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി എയർപോർട്ട്സിൽ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാ സ്റ്റുഡൻസ് നമ്മളിവിടുന്ന് പാസ് ഔട്ട് ആവുന്ന ഓരോ സ്റ്റുഡൻസിനും പ്ലേസ്മെൻറ്റോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികളെ പുറത്താക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഏവിയേഷനിൽ കരിയർ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ്സ് എന്നുള്ളത്. ഇപ്പം നമുക്ക് എത്രയും വേഗം നമ്മുടെ സ്റ്റുഡൻസ് ഏവിയേഷനിൽ താല്പര്യമുള്ള സ്റ്റുഡൻസ് ബി ആൻ ഏർലി ബേർഡ് ടു ഫ്ലൈ, ഏറ്റവും പെട്ടെന്ന് ജോയിൻ ചെയ്ത് അഡ്മിഷൻ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണത്.